നമസ്കാരം. രുചിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രുചിഭേദത്തിൽ കാണിക്കാൻ പോകുന്നത് അരവണ പായസത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ കൂട്ടിവിടെ നമുക്കൊരാൾ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഷെഫ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുനോക്കാം. നമസ്കാരം, രുചിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് പായസത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. നിവേദിക്കുന്നതിനുള്ള, ദേവന്മാർക്ക് നിവേദിക്കുന്നതിനുള്ള ഒരു പായസമാണ് അരവണ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇത് നുറുക്ക് പച്ചരിയാണ്, ചമ്പാപ്പച്ചരി, അത് ഏകദേശം ഒരു 250 ഗ്രാം. അതുപോലെ ശർക്കര, കൂടുതൽ സമയം ഇത് ഉപയോഗിക്കുന്നത് കറുത്ത ശർക്കരയാണ്. ഇത് കുറച്ചുകൂടെ നിറം വ്യത്യാസമുള്ളതാണ്. ഇത് ഏകദേശം ഒരു 750 ഗ്രാം. അതുപോലെ 250 ഗ്രാം നെയ്യ്, പിന്നെ ഏലക്ക നല്ലതുപോലെ പൊടിച്ചത്. ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തിളച്ച വെള്ളമുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഏകദേശം ഇപ്പോൾ 250 പച്ചരിയാണെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിക്കുക. അരി അതിലേക്ക് ഇടുക. കഴുകി വെച്ചിട്ടുള്ളതാണിത്. ഇതിൽ നല്ലതുപോലെ വേകുന്നതിന് തൊട്ട് മുമ്പ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. ശർക്കര ഉരുക്കിയെടുക്കുക. അതിന് ഇപ്പോൾ തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മുറിക്കുക. ഇത് വേഗമാകുന്നതിനാണ് നമ്മളത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന അതിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. ഇത് ഏകദേശം എത്ര ശർക്കര ഉപയോഗിക്കുന്നു അതിന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് ഇനി വെള്ളം എടുക്കാറുള്ളത്. ഇങ്ങനെ മെൽറ്റായി കുറുകി കിട്ടും. അരി വെന്ത് പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കിയാൽ അറിയാം ഇത് തരിതരിപ്പുണ്ടായിരിക്കും. അത് നല്ലതുപോലെ വെന്തിട്ടില്ല. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ശർക്കര നമ്മൾ ഉരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് റെഡിയായി. അത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. അരിച്ചൊഴിക്കുക, തെളിച്ച്. ഇതിൽ ഈ പൊടിയോ മാലിന്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ അരിച്ചെടുക്കാം. പതുക്കെ തെളിച്ചൊഴിച്ചാൽ മതി. അതിൻ്റെ മാലിന്യങ്ങളെല്ലാം പാത്രത്തിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ ഇളക്കി കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിനോടൊപ്പം നെയ്യും ചേർക്കാം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കട്ടയൊക്കെ ഉടച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഈ കട്ടയായിട്ട് കാണുന്നതൊക്കെ ഇങ്ങനെ ഉടച്ച് ഇളക്കി യോജിപ്പിച്ച് കുറുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അരവണ റെഡിയായി കഴിഞ്ഞു. നെയ്യും ശർക്കരയും നുറുക്ക് പച്ചരിയും ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് നല്ലൊരു ഫ്ലേവർ വന്നിട്ട് അരവണ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ യോജിപ്പിക്കുക. ഇതേ ഒരു ഉരുളി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അരവണ റെഡിയായി കഴിഞ്ഞു.